ഫണ്ട് വീഴുന്നത് എന്ന് വെച്ചാൽ ഇതിലാണെങ്കിൽ ഈ ചാട്ടാനങ്ങും അതിലാണെങ്കിൽ ആ ചേച്ചിയാനങ്ങും അങ്ങനെയാണ് ഇതിരിക്കുന്നത്. അല്ലെങ്കിൽ അല്ലാത്തവർത്തോളം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആണ്. ബെർലിനിലെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. എന്താണ് ഈ ഫെസ്റ്റിവൽ ലൈറ്റ്സ് എന്ന് തന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. കാരണം ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജർമ്മനിയുടെ യൂണിറ്റിയുടെ ഒക്ടോബർ 3 ആഘോഷിക്കുന്നത്. ആ ഒരു ഒക്ടോബർ 3 ജർമ്മനിയുടെ യൂണിറ്റിയുടെ ഫ്രീഡം ഇതിനൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ഇത് ആഘോഷിക്കുന്നത് ബെർലിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജർമ്മനിയുടെ ക്യാപിറ്റലാണ് ബെർലിൻ. ആ ബെർലിനിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആഘോഷിക്കുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു യൂണിറ്റിയുടെ ഭാഗമായിട്ട് ജർമ്മനിയിലെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി ഈ ഒരു യൂണിറ്റിയുടെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു പേരിൽ ആഘോഷിക്കുന്നതാണ്. ഇതൊക്കെ ആ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടികളാണ്. ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒക്കെ ആയിട്ടായിരിക്കും. കാരണം ഇതിനിപ്പോൾ കൃത്യമായിട്ടൊരു ഡേറ്റ് ഇല്ല. കാരണം ഈ ഒരു ഒക്ടോബർ 3 തൊട്ട് ഒക്ടോബർ 13 വരെ അങ്ങനെ പറഞ്ഞൊരു ഡേറ്റുകളൊന്നുമില്ല കൃത്യമായിട്ട്. അതൊരു 10 ദിവസത്തേക്കാണ് ആഘോഷിക്കുക. കാരണം ജർമ്മൻ യൂണിറ്റിയുടെ 3-ാം തീയതി ആണെങ്കിലും അതിനോടനുബന്ധിച്ച് അതിന് മുൻപുള്ള ഒരു 10 ദിവസവും അതിന് ശേഷമുള്ള ഒരു 10 ദിവസമൊക്കെ ആയിട്ടാണ് ഇത് ആഘോഷിക്കുക. ഈ വർഷത്തെ 2024 ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം 20-ാമത്തെയാണ്. ഈ വർഷം 20-ാമത്തെ കൊല്ലാണ് ഈ ഒരു പരിപാടി ആഘോഷിക്കുന്നതും. അത് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ 4-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒക്ടോബർ 4-ാം തീയതി മുതൽ ഒക്ടോബർ 13-ാം തീയതി വരെയാണ് ഈ ഒരു പരിപാടി ഇവിടെ ആഘോഷിക്കുന്നത് ഈ ഒരു ബെർലിനിൽ. പക്ഷെ അത് കഴിഞ്ഞ വർഷം അതിന് മുൻപായിരിക്കാം, അതിന് മുമ്പത്തെ വർഷം എന്തായാലും ആഘോഷിക്കുമ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് തൊട്ടൊരു 10 ദിവസത്തേക്കാണ് ഇത് ആഘോഷിക്കുക. ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ജർമ്മനിയിലെ ഈ ഒരു ബെർലിൻ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട മോണ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവർ 3D ആയിട്ടുള്ള വീഡിയോസും മറ്റു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കരിക്കുകയാണ് ചെയ്യുക. അവരുടെ കുറേ ചരിത്രങ്ങളും ചിലപ്പോൾ പരസ്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ആ ഒരു പ്രൊജക്ഷനിൽ കൂടെ ഇവർ കാണിക്കുകയാണ് ചെയ്യുക. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളും എല്ലാ കത്തീഡ്രൽ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ഇത് ഇവിടുത്തെ കത്തീഡ്രലാണ്, ബെർലിൻ കത്തീഡ്രൽ. ഇതൊക്കെ ഇതുമാതിരി ഇവർ കുറേ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ വെച്ച് ഭംഗിയാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം. എല്ലാ ബിൽഡിങ്ങുകളും ഇതുമാതിരി ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഇവർ സെറ്റാക്കിയിട്ടുണ്ടാവും. പിന്നെ കുറേ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടാവും. ഇത് അവിടെ ഒരു പ്രധാനപ്പെട്ടതാണ്. അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ സെയിം ടൈം ഈ കത്തീഡ്രലിൽ നല്ല ഭംഗിയിൽ കുറേ ഡിസൈനുകൾ വരുന്നുണ്ട്. എല്ലാ ഡിസൈനുകളും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം കുറേ സമയത്തേക്ക് ഈ ഒരു വീഡിയോ പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഡിസൈനുകളും ആക്കാഞ്ഞത്. അതിന് പകരം കുറച്ച് ഡിസൈനുകൾ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് നല്ല ഭംഗിയിൽ വന്നത് മാത്രം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോന്നിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലൈറ്റിൻ്റെ ഫെസ്റ്റിവലിൽ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒരു 20 ലക്ഷം 30 ലക്ഷം ആളുകൾ എല്ലാ വർഷവും ഈ ഒരു പരിപാടി പങ്കെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവരുടെ അനൗദ്യോഗിക റിപ്പോർട്ട്. കാരണം ഇത് പറഞ്ഞ പോലെ ടിക്കറ്റ് വെച്ചിട്ടുള്ളതല്ല. അങ്ങനെയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ഈ ഒരു പ്രതിമ ഇരിക്കണണ്ട ഇവര് ഇത് അനങ്ങില്ല. ഇവർ അനങ്ങാത്ത രീതിയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഈ ചേട്ടൻ്റെ താഴെ അവിടെ ഒരു പ്ലേറ്റ് ഇരിക്കുന്നുണ്ട്, ആ ചേച്ചിയുടെ താഴെ ഒരു പ്ലേറ്റ് ഇരിക്കുന്നുണ്ട്. ഏതിലാണോ ഫണ്ട് വീഴുന്നത് എന്ന് വെച്ചാൽ ഇതിലാണെങ്കിൽ ഈ ചേട്ടാനങ്ങും അതിലാണെങ്കിൽ ആ ചേച്ചിയാനങ്ങും അങ്ങനെയാണ് ഇതിരിക്കുന്നത്. അല്ലെങ്കിൽ അല്ലാത്തവർത്തുള്ള സമയം ഇതിങ്ങനെ ഡമ്മി പോലെ അവിടെ ഇരിക്കും. അപ്പോൾ ആരും ഇതിൽ ഫണ്ടൊന്നും ഇടാത്തതുകൊണ്ടാണ് ഇവരിവിടെ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്നത്. ഇതിലേക്ക് ആരെങ്കിലും ഏത് സൈഡിലാണ് ഇടുന്നത് അതിനനുസരിച്ച് ഈ ഒരാൾ ഇതിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഫണ്ട് വീണ അവിടെ അനങ്ങും. അങ്ങനെയാണ്. അത്ര അല്ലാതെ ആരും ഇടുന്നില്ലെങ്കിൽ അത്രയും നേരം അവരിങ്ങനെ അനങ്ങാണ്ട് നിൽക്കും. ഇതാണ് ഒരു സ്കീം. ഇതിൽ ഏതാളുടെ അടുത്താണ് സൗണ്ട് വരുന്നത് അതിനനുസരിച്ച്. ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇവിടെ ആരും ഇടുന്നില്ല. ഈ ഒരു ചേച്ചി ഇടാൻ വരുന്നുണ്ട്. ഇതിപ്പോൾ ആ ചേട്ടൻ്റെ ഇടാൻ പോകുന്നത്. പുള്ളി അനങ്ങി തുടങ്ങും. ആ ചേച്ചിയിലേക്ക് ഒരു ചെക്കൻ ഇടുന്നുണ്ട്. ഞാൻ ചേച്ചി അനങ്ങി തുടങ്ങും. കണ്ടാ നേരത്തെ ആ ചേട്ടൻ്റെ ആളിട്ടുകൊണ്ടാണ് ആളനങ്ങണത്. ഇപ്പോൾ രണ്ടാമത് ആ ചേച്ചിയിൽ ഇട്ടപ്പോൾ ചേച്ചിയാണ് അടിപൊളി. ഇവര് അനങ്ങാണ്ട് നിൽക്കുമ്പോൾ പ്രതിമ പോലെയാണ് അവിടെ നിൽക്കുന്നത്. ശരിക്കും അനങ്ങളില്ലെങ്കിൽ ഇതൊരു പ്രതിമ തന്നെ. പുള്ളി അനങ്ങാണ്ടായി. കാരണം ആ ഫണ്ട് ഇട്ടത് കഴിഞ്ഞ് പുള്ളി അനങ്ങാണ്ടായി. ഇനി ഇതിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇട്ടാൽ ഇയാൾ അനങ്ങും. ആരെങ്കിലും എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ചേച്ചി. ഇതിപ്പോൾ ആ ചേട്ടൻ്റെയൊക്കെ അയാൾ ഇടുന്നുണ്ട്. ഇപ്പോൾ ഈ ചേട്ടൻ്റെ തന്നെയാ ചേച്ചീനെ അനക്കാണ്ട് നിർത്താനുള്ള പരിപാടി പുള്ളി അനങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ആ ഒരു ഇതിൽ തന്നെ ഇട്ടിരിക്കണം. ആ ചേച്ചിയിൽ ആരും ഇടുന്നില്ല. ചേച്ചി കുടയും പിടിച്ച് സ്റ്റാച്ചു ആയി. ഇനി ഇത് എത്ര നേരം എനിക്ക് കാണുമ്പോൾ ഇതൊരു പ്രതിമ പോലെയാണ്. കൊള്ളാം. ഇതിപ്പോൾ ഒരു നടു റോഡുണ്ടോ. ഇതിപ്പോൾ നടു റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുക. ഇവിടെ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഈ സൈഡിലേക്ക് പോയി. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഡയറക്ഷനിൽ എല്ലാവരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് മനസ്സിലായത്
മനസ്സിലാവലല്ല, ഇവിടെ എപ്പോഴും വലതു ഭാഗമാണ് ഡ്രൈവ് ചെയ്യണതും എല്ലാം വലതു ഭാഗത്തിൽ കൂടെ തന്നെയാണ് നടന്നു പോകണവരൊക്കെ. അപ്പോൾ ഈ സൈഡിൽ ഇവർ വലതു ഭാഗത്തൂടെ വരുന്നു, ഞങ്ങളാണ് ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് മാറി. ഇവർ പോകുന്ന ഡയറക്ഷൻ ഇതാണ്, ഇവർ പോകുന്ന ഡയറക്ഷൻ വലതു ഭാഗം. എന്നുവെച്ചാൽ ഇവിടെ ഒരു റോഡും ഒക്കെ ക്ലോസ് ചെയ്തിരിക്കണം. ഒരു നിയമം പാലിക്കേണ്ട ആവശ്യമില്ലാത്ത സമയത്ത് പോലും ഇവര് കറക്റ്റായിട്ട് അപ്പോഴും ഈ തിരക്കിനിടയിലും വലതു ഭാഗത്തിൽ കൂടെയും ഈ പറഞ്ഞ പോലെ ഇടതു ഭാഗത്തിൽ കൂടെ ഒക്കെ ആയിട്ടാണ് ഇവർ വരണതും പോണതൊക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഞാൻ ആ സൈഡിലേക്ക് പോയപ്പോഴാണ് നമ്മളാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്നുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലായത്. കണ്ട, ഇത് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും ആ റോഡിന്റെ ഈ ലൈനിന്റെ അപ്പുറത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ഈ സൈഡിലുള്ളവരൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇവര് റൂളിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇനി ചിലപ്പോൾ ഇതിന്റെ ഇടയ്ക്കൂടെ ക്രോസും കൂടി ചെയ്യില്ല എന്ന് എനിക്ക് തോന്നണം. ഇവര് വല്ല സീബ്ര ലൈന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ, ഈ ഒരു അറ്റത്ത് നിന്ന് ഈ ഒരു അറ്റത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സീബ്ര ലൈന് വേണ്ടി വരെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡാൻസും പരിപാടികളൊക്കെ ഇവിടെ ഇവരെ ഗവൺമെൻറ്റോ അങ്ങനെയുള്ള ആളുകളോ ആരോ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന പരിപാടികളല്ല. കാരണം ഇവിടെ കുറച്ച് ആളുകൾ കൂടിയിട്ട് അങ്ങോട്ട് തുടങ്ങുന്നു, പിന്നെ അതിന് ചുറ്റിനും ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. ഇപ്പം നമ്മളൊക്കെ അതുമാതിരി ഇവിടെ ഒരു പരിപാടി ഇങ്ങനെ നടക്കണം കണ്ടപ്പോൾ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അത് കുറച്ച് പേര് ഓർഗനൈസ് ചെയ്യണതാണ്. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, വേറെ സഹായങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ അവരതിനനുസരിച്ചിട്ടുള്ള ഒരു പേയ്മെൻറ്റിനുള്ള തൊപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നടക്കുന്നവരുണ്ട്. അപ്പോൾ അതിലേക്ക് ഇവിടെ കണ്ടു നിൽക്കുന്നവർ ഇതൊക്കെ പബ്ലിക്കിൽ നിന്ന് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ കുട്ടികളൊന്നും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളവരല്ല. അവരൊക്കെ ഇവിടെ വന്നിട്ട് അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണതാണ്. അപ്പോൾ അവർ മൈക്കിൽ വിളിച്ച് ചോദിക്കും അടുത്ത ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ആളുകൾക്ക് ആർക്കാ താല്പര്യമുള്ളതെന്ന് ചോദിക്കും. ആ ഒരു സമയത്ത് അവിടെ നിൽക്കുന്ന ആരെങ്കിലും വന്നിട്ട് പരിപാടി ചെയ്യുകയാണ് ചെയ്തത്. നേരത്തെ കണ്ട 3 പെൺകുട്ടികൾ ഡാൻസ് കളിച്ചാണെങ്കിലും അതിനുശേഷം ആണ് ഈ ഒരു പെൺകുട്ടി പാട്ട് പാടുന്നത്. അപ്പം അങ്ങനെയൊക്കെ പബ്ലിക്കിൽ നിന്ന് വന്ന ഒരു പരിപാടി ചെയ്യുന്നു. അതൊക്കെ കണ്ട ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഈ വഴിയോര കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പൂരത്തിനോ പെരുന്നാളുകൾക്കോ നടക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ പരിപാടികൾ നടക്കുന്നുണ്ടാവില്ലേ, അതേപോലെ തന്നെ ആ ഒരു ടൈപ്പ് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഗിത്താർ വായിക്കുന്നവർ, പാട്ട് പാടുന്നവർ. ഞാൻ എല്ലാ പരിപാടികളും കണ്ടത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ കുറച്ച് ഇങ്ങനെ ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയ കുറച്ച് പരിപാടികൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഒരു ഗിത്താർ വായിക്കുന്ന ആൾ നന്നായി വായിക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ ഒറ്റയ്ക്കാണ്, വേറെ പാട്ടൊക്കെ വെച്ച് അതിനനുസരിച്ച് വായിക്കുന്നു. അതിനനുസരിച്ച് ആൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സെയിം സ്പോട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇത്രയധികം ആളുകൾ വരുന്നതുകൊണ്ട് അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇങ്ങനെ ഈ പാട്ടുകളും ഡാൻസും സർക്കസ് പോലത്തെ പരിപാടികളും. പിന്നെ ഈ ഒരാൾ DJ ആണ് ചെയ്യുന്നത്. വെറുതെ നിന്ന് DJ ചെയ്യുന്നു, അതിന് ചുറ്റിനും ആളുകൾ നിൽക്കുന്നു. അപ്പോൾ ആളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു വയലിൻ വായിക്കുന്നവർ, സാക്സോഫോൺ വായിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ആളുകളെ ഇവിടെ കാണാനായിട്ട് പറ്റും. കാരണം അതിന് മുൻപിൽ തന്നെ പൈസ ഇടാനായിട്ടുള്ള സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് ആർക്കെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരെ സഹായിക്കാൻ പറ്റും. ചില പരിപാടികൾ നടത്തുന്നവരുടെ ലക്ഷ്യം അവർ വേറെ എന്തെങ്കിലും കുട്ടികളെ സഹായിക്കാനോ അല്ലെങ്കിൽ അനാഥരായ ആളുകളെ സഹായിക്കാനോ അങ്ങനെയൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങളായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ കുറേ ഉണ്ട്. ഇവിടെ അങ്ങനെ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ബിൽഡിങ്ങുകളും രാത്രിയിൽ ഇതുമാതിരി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുള്ളൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ കാണാനായിട്ടും നല്ല തിരക്കും അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ 20 ലക്ഷം 30 ലക്ഷം എന്ന് പറയുന്ന ആ കണക്ക് ശരിയാവണമെന്ന് തോന്നുന്ന തരത്തിലുള്ള ആളുകളും തിരക്കൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. ഇതൊരു വലിയൊരു സ്ക്വയർ പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ നിറച്ച് ആളുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല ഒരു ഷോ ആയിരുന്നു, ഓരോ രാജ്യത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഷോയും. അതേപോലെ തന്നെ ഈ 2 ബിൽഡിങ്ങുകൾ ഇങ്ങനെ തന്നെയായിരുന്നു. അതുമ്പോൾ വേറെ ഡിസൈനും കാര്യങ്ങളൊന്നും വന്നിരുന്നില്ല. 3D ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ടതാണ്. ബെർലിൻ നമ്മൾ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആദ്യം തന്നെ ഈ ഒരു ചിത്രമായിരിക്കും വരിക, ഈ ഒരു സംഭവമാണ് വരിക. അതുമ്മേ കാണാനായിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇത് ഒരു ഷോ ആയിട്ടാണ് വയ്ക്കുന്നത്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയത്തിനൊക്കെയുള്ള ഒരു ഷോ ആണ്. അപ്പോൾ ഈ ഒരു ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പിന്നാലെ തന്നെ അവിടെ കാണിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഷോ 3 മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ഷോ കൊണ്ടൊരു പോവും. അതിന് ശേഷം അപ്പോഴേക്കും അതിനുള്ളിൽ അടുത്ത ആളുകൾ ഫില്ലാവും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ വരുന്നത്. മൊത്തത്തിൽ കണ്ടു നടക്കാൻ നല്ല രസമാണ്. ഈ ഒരു ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടു നടക്കാൻ നല്ല രസമാണ്. ഇനി അങ്ങോട്ട് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ട പരിപാടി ഈ ഒരു 3D ലൈറ്റ് ഷോ എങ്ങനെയൊക്കെ ഉള്ളതാണെന്നാണ് ഇതിന് ശേഷം അങ്ങോട്ട് വരിക. കാരണം അതൊരു 10-13 മിനിറ്റോളം അങ്ങോട്ട് ഇനി അത് തന്നെയാണ്. കാരണം ഈ ഒരു ബിൽഡിങ്ങുകളുമേ ഞാൻ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുക. ഇനി അങ്ങോട്ട് ഈ ഒരു ബിൽഡിങ്ങുമ്മ വരുന്നത്, അതിനുശേഷം മറ്റൊരു ബിൽഡിങ്ങുമ്മ വരുന്നത്, അങ്ങനെ അങ്ങോട്ട് ഇതും എന്താണ് ഇവർ ഈ ഒരു 3 മിനിറ്റ് ഷോ 4 മിനിറ്റ് ഷോ എന്ന് പറയുന്നത് എന്താണ്, അവരെന്താണ് അവിടെ കാണിച്ചിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇനി ഒരു വീഡിയോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഇനി അങ്ങോട്ട് ഇത് കാണാൻ എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ അത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പരിപാടിയാണ്. സമയമില്ലാത്തവർക്ക് വേണമെങ്കിൽ എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി വിവരിച്ച് കഴിഞ്ഞു. സമയമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു പരിപാടി കാണാനായിട്ട് പറ്റും.
ഇതിന് ശേഷം അങ്ങോട്ട് മൊത്തത്തിൽ ഈ ബിൽഡിങ്ങുകളും ഈ ലൈറ്റിൻ്റെ വർക്കുകളും ഇത് ഇവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് നെക്സ്റ്റ് ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ മൊത്തം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ട കാഴ്ചകൾ. ഇനി അങ്ങോട്ട് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കാം.
അപ്പോൾ ഇതൊക്കെയാണ് ഞാനിങ്ങനെ ആ ഒരു ബെർലിൻ ലൈറ്റ് ഫെസ്റ്റിവലിന് പോയപ്പോൾ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അലങ്കരിച്ചിരുന്നതും, എങ്ങനെയാണ് അതിൻ്റെ 3D ഡിസൈനുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നതും കാണിക്കുന്ന ആ ഒരു സംഭവമാണ് ഇപ്പം ഇതുവരെ നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പറയാണ്, ഒന്നുകൂടി പറയാണ്, മറക്കരുത് എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ബെർലിൻ ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.